കാസ ചൂട്ടത്തെ ചൂട്ടില് സോഡയും സാധനം കൂടി ഒരു അടി മിച്ചറിലാണെങ്കിൽ കടലില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു കുപ്പി കഴിഞ്ഞാൽ ഞമ്മ നിർത്താൻ പോകണം കേട്ടാ. ഇനി കഴിക്കണ്ട സാധനമില്ല ഞമ്മ നിർത്തുക. നമുക്ക് മതി. കുടി നിർത്താം. അത്ര വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കണം. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ മദ്യപിക്കാന്ന് പറഞ്ഞിട്ട് എത്ര വർഷമായി. അവന്റെ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. തീരുമാനമൊക്കെ നല്ല തീരുമാനം തന്നെ. അടുത്ത ആഴ്ച എന്റെ അവിടെ പൊങ്കലല്ലേ. അപ്പൊ പറ്റില്ല. കാരണം ദൈവീയ കാര്യല്ലേ, പോകാതിരിക്കാൻ പറ്റില്ല. പ്രസാദം കഴിക്കണ്ടേ. പിന്നെ എന്നാ പിന്നെ ഇവന്റെ പൊങ്കലോടെ നമുക്ക് നിർത്താം. എടാ മെയ് മാസത്തിലല്ലേ ബിജുവിന്റെ കല്യാണം. ബിജുവിന്റെ കല്യാണത്തിന് പിന്നെ നമുക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അത് നടക്കില്ല പൊടി. അപ്പൊ അത്ര വന്ന് കഴിച്ചാൽ നമ്മുടെ അവിടെ നമ്മ പോയിട്ട് കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ നമുക്ക്. പിന്നെ അപ്പൊ മെയ് ഒരു തീരുമാനമായി. അപ്പൊ ജൂൺ ജൂലൈയില് ഏത് മഴക്കാലത്താ? മഴക്കാലത്ത് അങ്ങനെ ഒരു ആൽക്കഹോളി വെതർ കിട്ടാൻ ആൽക്കഹോൾ ഈസ്റ്റ് എന്നിട്ട് ഈസ്റ്റ് ബെസ്റ്റ് എന്ന് മഹാകവി ജാസിബിറ്റ് പറഞ്ഞിട്ടില്ലേ? എപ്പോ എന്നോടാ നിനക്കറിയില്ല. അന്ന് ഞാൻ ഒരു തീരുമാനം പറയട്ടെ. കാസം പറ. ഓണം, ഓണത്തിന് തകൃതിയായിട്ട് നെയ്യ അവിടെ നിർത്തുക. ഓണത്തോടെ തീരുമാനം കേട്ടോ, നിർത്തി. അല്ല പൊടി, ഒക്ടോബർ ലാസ്റ്റ് അല്ലേ മരുമാഞ്ചി വരുന്നത്? അവൻ 2-3 മാസത്തെ ലീവിനാ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവന് കമ്പനി കൊടുത്തില്ലെങ്കിലേ അവൻ എന്ത് തോന്നും? കഴിഞ്ഞ പ്രാവശ്യം ന്യൂ ഇയറിനും ക്രിസ്മസിനും അവന്റെ കൂടെ നമ്മൾ അടിച്ചത്. നീ ആലോചിച്ചത് മറന്നാ നീ? സാധനമൊക്കെ വീഴാൻ തുടങ്ങിട്ടാ. എടാ ഇനിയിപ്പോ അടുത്ത ന്യൂ ഇയർ വന്നാലും നമ്മൾ ഈ പരിപാടി നിർത്തുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് വെച്ചെന്ന് പറഞ്ഞാ സർക്കാർ എന്ന് മദ്യശാല പൂട്ടുന്നു അന്ന് നമ്മള് ഈ പരിപാടി ഇങ്ങോട്ട് നിർത്തും. ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണ്? ഞാൻ എപ്പോഴും റെഡി. നീയോ? ഞാൻ റെഡി. ഓക്കെ. പക്ഷെ സർക്കാർ നിർത്തുവോ? നിർത്തണം.